ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഇസ്കോൻ രാധാകൃഷ്ണൻ ടെമ്പിളിൽ പോയപ്പോഴത്തേക്കും എടുത്ത വീഡിയോ ആണ്. നമ്മൾ വൈകുന്നേരമാണ് പോയത്. ചെറിയൊരു മഴച്ചാറ്റിലുണ്ടായിരുന്നു. എന്നാലും കോവിലെത്തിയപ്പോഴത്തേക്കും മഴ എല്ലാം തോർന്നായിരുന്നു. നീക്കുട്ടൻ കോവിൽ എത്തുന്നൊരു വണ്ടിയിലിരുന്ന് നല്ല സുഖം ഉറക്കായിരുന്നു കേട്ടോ. പിന്നെ ആൾ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തൊരു പ്രത്യേക ഇഷ്ടമുള്ളത് കാരണം ആൾ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ചാടി എണീറ്റ്. പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയായേ. പിന്നെ അതാ അവിടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടോ. ഒരുപാട് ചാക്കുകൾ ഇങ്ങനെ കുമ്പാരം പോലെ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ചാക്ക് എടുത്തിട്ട് നമ്മളെല്ലാ ചെരുപ്പും അതിനകത്തിട്ടിട്ട് അവിടെ കൊണ്ടുവന്ന് ടോക്കൺ എടുക്കാമേ. എത്ര ജോഡി ചെരുപ്പുണ്ടോ അതിൻ്റെ ടോക്കൺ അവർ എഴുതി തരുവേ. ഒരു ജോഡി ചെരുപ്പിന് 5 രൂപയാണ്. കോവിലോട്ട് കയറുന്നതിന് മുന്നേ ഇങ്ങനെ കുറേ പൈപ്പുകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ കൈയും കാലും ഒക്കെ കഴുകിയിട്ട് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലോട്ട് പോവാണ്. നീയക്കുട്ടനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൾക്കാണെങ്കിൽ ഉണ്ണിക്കണ്ണനെ രാധക്കുട്ടിയെ കണ്ടോളാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഓടുന്ന ഓട്ടമാണ് കാണുന്നത്. ക്ഷേത്രം നല്ല ഉയരത്തിലാണ് ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് 108 പടികൾ ചവിട്ടി വേണം നമ്മൾ പോവാൻ. ഓരോ പടിയിലും നമ്മൾ ശ്രീകൃഷ്ണ നാമം ജപിച്ച് വേണം ദർശനത്തിനായിട്ട് കയറാൻ. അതായത് 108 പ്രാവശ്യം ശ്രീകൃഷ്ണ നാമം ജപിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ കയറണം. ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് ദർശനത്തിനായി കയറുന്ന ഈ 108 പടികളുള്ള ആത്മീയ പാതയാണ് ഹരിനാമ മണ്ഡപം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലോട്ട് കയറിയ നല്ല തിരക്കായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് ഫ്രണ്ടിൽ കയറി നിന്നിട്ട് തൊഴാൻ പറ്റുന്ന രീതിയിലാണ് അവർ അതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് ഉണ്ണിക്കണ്ണനെ രാധക്കുട്ടിയെ നല്ലതായിട്ട് ഒരുക്കി വെച്ചേക്കുന്നത്. കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും അവരുടെ തന്നെ ആ ഒരു ഏരിയയിൽ അവരുടെ കുറേ സ്റ്റോർസൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം നീക്കുട്ടിന് ഇഷ്ടമുള്ള സ്വീറ്റ്സൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് വരുന്ന വഴിക്ക് ഒരു മനുഷ്യൻ്റെ ലൈഫ് സൈക്കിളാണ് ഈ കാണിക്കുന്നത്. അമ്മയുടെ വയറ്റിൽ നിന്ന് ആ ഒരു കുഞ്ഞായി, അത് ഇച്ചിരിയൂടെ വളർന്ന് കുറച്ചുകൂടെ വലുതായി, ഒരു യുവാവായി, മധ്യവയസ്കനായി, ഒരു വൃദ്ധനായി, പിന്നെ ആൾ മരിച്ചതാ, ഒരു സ്കെലട്ടനായി. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു നാൾ ജനിച്ച് അയാളുടെ ആത്മാവ് ബോഡിയിൽ നിന്നും മാറുമ്പോഴത്തേക്കുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവിടെ നമ്മൾ പുറത്ത് വന്നപ്പോഴത്തേക്കും അവരുടെ അന്നദാന കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ കിട്ടി. പ്രസാദം എന്ന് പറയുന്നത് ഈ ചോറും പരിപ്പിൻ്റെയൊക്കെ ഒരു മിക്സ് പോലത്തെ ഒരു സംഭവമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.